ഒരു സ്ത്രീക്ക് തൻ്റെ സാധ്യതകളെ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും? നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അവളുടെ ചിറകിൽ അവൾ പറക്കാൻ പഠിക്കണം, അല്ലേ? അവൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകണം. എപ്രകാരം ഒരു സ്ത്രീക്ക് അവളുടെ ചിറകിൽ പറക്കാൻ സാധിക്കും? നമ്മൾ കുറേ കാര്യങ്ങൾ, കുറേ വാക്കുകൾ കേൾക്കുന്നുണ്ട്. അതിൻ്റെ പ്രായോഗിക തലം ഏത് രീതിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാറുണ്ടോ? എന്താണ് അതിൻ്റെ പ്രായോഗിക തലം? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എപ്രകാരം നമ്മൾക്ക് നമ്മുടെ സാധ്യതകളെ സാക്ഷാത്കരിക്കാൻ സാധിക്കും? അതായത് കോൺഫിഡൻസ് ഉള്ള ഒരു സ്ത്രീയായി മാറാനായിട്ട് എങ്ങനെ സാധിക്കും? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? നമ്മൾ തന്നെ വിചാരിക്കണം. എങ്ങനെ വിചാരിക്കണം? നമുക്ക് ഇങ്ങനെയേ ഒരു ഉത്തരമല്ല വേണ്ടത്, അത് വലിയൊരു ഉത്തരമാണ്. നമ്മൾ തന്നെ വിചാരിക്കണം. എങ്ങനെ വിചാരിക്കണം? കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? സ്വന്തമായിട്ട് അതുണ്ടാവണമെങ്കിൽ എന്ത് വേണം? സ്വയം പര്യാപ്തത എപ്രകാരം ഉണ്ടാകും? അതിനാദ്യം ബേസിക് ആയിട്ട് വേണ്ട കാര്യം എന്താ? വിദ്യാഭ്യാസം വേണം. ഓക്കെ, പൈസ വേണം. സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകണമെങ്കിൽ ഇതിനൊക്കെ ബേസിക് ആയിട്ട് കിടക്കുന്ന ഒരു സാധനം ഉണ്ട്. കറക്റ്റ്. പ്രതിസന്ധിയുമല്ല, പ്രതിസന്ധിയും എന്താണെന്ന് അറിയുന്നേക്കാൾ അപ്പുറം ആദ്യം ഫസ്റ്റ് അറിയേണ്ടത് നോ യുവർ സെൽഫ്. നീ ആരാണെന്ന് നീ ആദ്യം തിരിച്ചറിയണം. അത് തിരിച്ചറിയാത്ത ആൾക്ക് കോൺഫിഡൻസ് ഉണ്ടാകുമോ? ആവോ? എംപവേർഡ് ആവോ അവര്? കോൺഫിഡൻസ് എവിടെന്നാ വരുന്നേ? എനിക്കിത് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളിടത്തല്ലേ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകുന്നേ. ഒരു പട്ടിയെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഓടും, അത് സിറ്റുവേഷൻ കൊണ്ട് ഓടുന്നതാ. ഒരുപക്ഷെ ചിലർ പട്ടിയെ കാണുമ്പോൾ ഓടാതെ ആ പട്ടിയെ വേറൊരാൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ എങ്ങനെ തിരിച്ചയക്കാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കും. കാരണം അവനറിയാം എനിക്കിതിനെ സാധിക്കുമോ ഇല്ലയോ. സാധിക്കുമെന്ന് ഉറപ്പുള്ളവനല്ലേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. യെസ്, ആദ്യം വേണ്ടത് എന്താണ്? സെൽഫ് അവയർനെസ് ആണ്. അവയർനെസ്, നോ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുക, അല്ലെ? ഒരു സ്ത്രീ അവളെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഫസ്റ്റ് വേണ്ട ഒരു കാര്യം. എങ്ങനെ, എന്തൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മളില്? ചേച്ചിയെ കുറിച്ച് പേരെന്താ? ജസ്റ്റിൻ. ഓക്കെ, മാമിനെ കുറിച്ച് ചോദിക്കാണ്. ആരാണ്? എനിക്ക് നല്ല ഡിസ്ക്രൈബ് ചെയ്യാം. ആരാണ്? ഞാൻ എന്നെ തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു വ്യക്തിത്വമുണ്ട്. വ്യക്തിത്വം എന്ന് വെച്ചാൽ പല പ്രവർത്തന രീതിയിലും കുടുംബത്തിൻ്റെതായ രീതിയിലും എല്ലാത്തിലും ഒരു നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണ് ഞാനെന്ന് എനിക്ക് നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. ഈ വ്യക്തിത്വം എന്നുള്ളത് കൊണ്ട് എന്തൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്? നമ്മുടെ പ്രവർത്തന ശൈലി, സ്വഭാവ ശൈലി, പിന്നെ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക മേഖലയിലുള്ള ഇടപെടൽ, അതിൽ അതായത് ഞാനായിട്ട് ഇടപെടുന്ന എല്ലാ മേഖലയിലും എനിക്ക് നല്ല വ്യക്തിത്വ ബോധമുണ്ടെന്നുള്ള വിശ്വാസം. വ്യക്തിത്വം ഉണ്ടെന്നുള്ള വിശ്വാസം. പറയാമോ ഞാൻ ആരാണ്? നമ്മളെ തന്നെ ഇങ്ങനെ നമ്മളിലുള്ളൊരു വിശ്വാസം, അത് നമുക്ക് നമ്മളിലുള്ള കഴിവ് നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞ് അത്. ഞാൻ ആരാണ്? എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ആരാണ്? താങ്കൾ ആരാണ്? ആരാണ്? ആരൊക്കെയാണ്? നമ്മളൊരു അമ്മയാണ്. സഹോദരിയാണ്. സഹോദരിയാണ്. പിന്നെന്താ? ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ സ്ത്രീക്ക് കൊടുക്കുന്ന സ്ഥാനങ്ങൾ കുറേ ഉണ്ടല്ലേ. അമ്മയാണ്, സഹോദരിയാണ്, കൂട്ടുകാരിയാണ്, ഭാര്യയാണ്, അല്ലേ? അവൾ ആരാണ്? അവൾ ആരാണ്? ആരാണ്? ഒഴിഞ്ഞു വെക്കണം. അമ്മ എന്ന സ്ഥാനവും ഭാര്യ എന്ന സ്ഥാനവും മകൾ എന്ന സ്ഥാനവും സഹോദരി എന്ന സ്ഥാനവും എല്ലാം മാറ്റിവെക്കണം. എന്നിട്ട് പറ, ഞാൻ ആരാണ്? ഞാനൊരു വ്യക്തിയാണ്. ഒരു വ്യക്തിയാണ്. ആണോ? ബാക്കിയൊക്കെ മാറ്റിവെക്കേ. ഞാനെന്ന വ്യക്തി ആരാണ്? ഞാനെന്ന വ്യക്തിക്ക് എന്തെല്ലാം കഴിവുകളുണ്ട്, എന്തെല്ലാം സാധ്യതകളുണ്ട്, എൻ്റെ മേഖലകൾ ഏതാണ്, എൻ്റെ ഇടങ്ങൾ ഏതാണ്, എൻ്റെ ആശയങ്ങൾ എന്താണ്, എൻ്റെ ചിന്തകൾ എന്താണ്, അപ്പുറം എല്ലാം മാറ്റിവെക്കുക. എന്നിട്ട് ചിന്തിക്കുക, ഞാൻ ആരാണ്? പറ്റുമോ? അങ്ങനെ ചിന്തിക്കാൻ ഒരു സ്ത്രീക്ക് പറ്റുമോ?
പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? എന്തുകൊണ്ട് പറ്റില്ല? ഹൂ ഡിസൈഡ്സ് ദ എക്സ്പയറി ഡേറ്റ് ഓഫ് എ വുമൻസ് ഡ്രീം? എന്താണ് എക്സ്പയറി ഡേറ്റ്? എന്താണ് എക്സ്പയറി ഡേറ്റ്? എന്താ സാധാരണ രീതിയിൽ നമ്മൾ എവിടെ എക്സ്പയറി ഡേറ്റ് കാണാറുള്ളത്? കടയിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിൽ എക്സ്പയറി ഡേറ്റ് എഴുതിയിട്ടുണ്ടാകും അല്ലേ? പ്രത്യേകിച്ച് ഫുഡ് ഐറ്റംസ്, മെഡിസിൻസ്, ഇതിലെല്ലാം നമ്മൾ എക്സ്പയറി ഡേറ്റ് കാണും. ഈ എക്സ്പയറി ഡേറ്റ് കണ്ടാൽ അതിന്റെ അർത്ഥം എന്താ? അത് എവിടെ വരെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ആ ഡേറ്റ് കൊണ്ട് മെൻഷൻ ചെയ്യുന്നത്. ആ ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതെന്താണ്? ഉപയോഗ ശൂന്യമാണ്. ഉപയോഗ ശൂന്യമാണ്. ഒരു സ്ത്രീ അവൾ മകളായി പിറന്നാൽ ഒരു പ്രായം കഴിയുമ്പോൾ പറയും, നീ പെൺകുട്ടിയാണ്, നിനക്ക് ഇതേ പാടുള്ളൂ. ഒരു പക്ഷേ സ്വന്തം കുടുംബത്തിൽ അച്ഛനോടും അമ്മയോടൊപ്പം ഒപ്പം ജീവിക്കുമ്പോൾ അവൾ കുറച്ചുകൂടി ഫ്രീഡം ഒക്കെ ആസ്വദിക്കുന്നുണ്ടാകാം. അവൾ വിവാഹം കഴിച്ചാൽ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോട്ടെ, ഒരു പെൺകുട്ടി പീരീഡ്സ് അറിയിച്ചു, മെൻസസ് ആയി അവൾക്ക്, നമ്മൾ എന്ത് പറയും? നിനക്ക് പ്രായപൂർത്തിയായി, ഇനി നീ ഇങ്ങനെയൊക്കെ വേണം നടക്കാൻ. അവളുടെ എക്സ്പയറി ഡേറ്റ് അവിടെ തുടങ്ങി. അതുവരെയുള്ള എക്സ്പയറി ഡേറ്റ് ആയി. അതുവരെ അവൾ ജീവിച്ച ജീവിതത്തിന് എക്സ്പയറി ഡേറ്റ് തീരുമാനിച്ചു അവിടെ. കാരണം അതിനു മുമ്പുള്ള ജീവിതം ഇനി അവൾക്കില്ല. അവിടെ എക്സ്പയറി ഡേറ്റ് ആയി. ഇനി അവളെ വിവാഹം കഴിപ്പിച്ചു. അപ്പോഴോ ഇപ്പൊ നീയൊരു ഭാര്യയാണ്, ഇനി ഇങ്ങനെയെല്ലാം വേണം ജീവിക്കാനായിട്ട്. അപ്പൊ അതുവരെയുള്ള ലൈഫിന്റെ എക്സ്പയറി തീർന്നു. അവിടെ തീർന്നു ഇല്ലേ? ഇനി അവിടെ നിന്ന് ഭാര്യ പോയിട്ട് ഒരു അമ്മയായി. അപ്പോഴോ അടുത്ത എക്സ്പയറി അല്ലേ അവിടെ തുടങ്ങി. അങ്ങനെ 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 സ്ത്രീക്ക് ഒരുപാട് എക്സ്പയറി ഡേറ്റുകൾ തീരുമാനിക്കുവാണല്ലേ. പാവം സ്ത്രീ. നമ്മൾ പറഞ്ഞു സ്ത്രീയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ നമ്മൾ ജീവിക്കുന്ന ഒരു സമൂഹം, നമ്മുടെ ഒരു കൾച്ചർ, അതിൽ വളരെയേറെ പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. തീരുമാനിക്കാണ്. ഞാൻ ഇവരോട് ചോദിക്കട്ടെ, പുരുഷന്മാരെ, ആരാണിത് തീരുമാനിക്കുന്നത്? ഉത്തരം നിങ്ങൾ പറഞ്ഞു. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇന്ന് ഈ ഗ്രൂപ്പിനെ കേട്ടോ സാർ. എനിക്ക് ചോദ്യം ചോദിക്കാം. മതവും സെക്യൂറും എന്ന് പറയുന്ന സെക്ടർ എന്ന് പറയുന്ന മതം, ആരാണ് മതം? ആരാണ് മതം? പുരുഷനാണ് മതം. അപ്പൊ ആരാ തീരുമാനിക്കുന്നത്? പുരുഷൻ അല്ലേ? നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് ഒരു സ്ത്രീയുടെ ജീവിതത്തിന് പരിധി നിശ്ചയിക്കാൻ? എന്ത് പറ്റി സാർ പറയും? സമൂഹം ഇങ്ങനെയൊക്കെ തീരുമാനിക്കുന്നു എന്ന് മാഡം പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഇതൊന്നും സ്ത്രീയോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ പുരുഷൻ ഇതിനൊക്കെ ബൗണ്ടറി വെച്ചത്? എന്തിനാണ് പുരുഷ ഇതിനൊക്കെ ബൗണ്ടറി വെച്ചത്? പുരുഷന് ഇതിനൊക്കെ ബൗണ്ടറി വെച്ചിട്ടും മടങ്ങുന്ന പറഞ്ഞു. അതായത് പുരുഷനാണ് ഇതൊക്കെ അധീനപ്പെട്ടതും തീരുമാനിക്കുന്നത്. സമൂഹം കൂട്ടായിട്ട് ജനം വളർന്നു തുടങ്ങിയ കാലം തുടങ്ങി. സമൂഹം മനുഷ്യൻ കൂട്ടമായിട്ട് ജീവിക്കാൻ കാലം തുടങ്ങി. സ്ത്രീക്ക് സമൂഹം പരിധികൾ വെച്ചത് അവളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അവളെ അമ്മയായി അംഗീകരിക്കാൻ എനിക്കിഷ്ടപ്പെടുന്നു ഈ സംവാദം, എനിക്കിഷ്ടപ്പെടുന്നു. ശരി, എന്താണ് അവൾക്ക് പരിധി വെച്ചതിലൂടെ എന്ത് സ്നേഹമാണ് നിങ്ങൾ പ്രകടിപ്പിച്ചത്? എന്തുകൊണ്ടാണ് ലോകമുണ്ടായ കാലം തുടങ്ങി, മനുഷ്യൻ സമൂഹമായിട്ട് ജീവിക്കാൻ തുടങ്ങിയ കാലം തുടങ്ങി സ്ത്രീക്ക് പരിധികൾ വെച്ചത്? അന്നത്തെ ആളുകളെല്ലാവരും വിഡ്ഢികളായിട്ടാണോ? അല്ല, ഓരോ സാഹചര്യങ്ങളുമുണ്ട്. അവളുടെ പ്രൊട്ടക്ഷൻ, അവളുടെ നിലനിൽപ്പ്, അവളുടെ സേഫ്റ്റി, അതിനു വേണ്ടിയിട്ടാണ് വെച്ചത്. ആ പരിധി, അതിന് പരിധിയാണോ വെക്കേണ്ടിയിരുന്നത്? അത് പരിധി വെച്ചെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? ഈ പരിധി വെച്ചത് അന്നത്തെ സാഹചര്യം വെച്ച്. ആ സാഹചര്യങ്ങൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ന് മാഡം നോക്കിയാൽ പരിധികൾക്ക് ജീവിക്കരുത്, അയവ് വന്നിട്ടില്ലേ? പൂർണ്ണമായിട്ടും അയവ് വരുത്താനുള്ള സമയമാകുമ്പോൾ ഞങ്ങൾ പുരുഷന്മാർക്ക് പുരുഷന്മാര് സമയമാകുമ്പോൾ ഞങ്ങൾക്ക് വിട്ടുതരും. പുരുഷന്റെ ദാക്ഷിണ്യത്തിൽ തന്നെയാണ് അവൾക്ക് എല്ലാ ഭാഗ്യവും കിട്ടുന്നത് എന്നുള്ള ചിന്താഗതി തന്നെ തെറ്റാണ്. അതാണിപ്പോ സാർ പറഞ്ഞതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞത്. പുരുഷന്റെ സാർ, ഞാൻ ഇനി പറയട്ടെ, ഞാൻ കേട്ടു. ഒരു കാര്യം ഞാൻ പറഞ്ഞത് പോയിന്റേ ഉള്ളൂ. ഒറ്റ കാര്യം, അന്നത്തെ സാഹചര്യത്തിൽ സ്ത്രീയുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പുരുഷൻ ആരിൽ നിന്നാണ് സ്ത്രീക്ക് സംരക്ഷണം വേണ്ടിയിരുന്നത്? അതിൽ
ഒരു 4 സ്വഭാവക്കാരായിരിക്കും. ആണ്. അപ്പൊ സമൂഹത്തിൽ ഉണ്ടാകുന്ന മറ്റേ പുൾക്കുത്തുകളെയും കാര്യങ്ങളെയും കൺട്രോൾ ചെയ്യാനും ഇത് നീന്താനും ഉറപ്പായിട്ടും ആവശ്യമാണത്. ഇനി അത് അതിന്റെ നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങളിലേക്ക് തന്നെയാണ് ചോദിച്ചത്. ആരിൽ നിന്നാണ് സ്ത്രീക്ക് സംരക്ഷണം വേണ്ടിയിരുന്നത്? ഒരു സ്ത്രീ ഇല്ല, ഞാൻ അതല്ലേ പറഞ്ഞത്, സ്ത്രീ തന്നെയാണ് അവളുടെ പരിധി നിശ്ചയിക്കുന്നതെന്ന്. പക്ഷേ നമുക്ക് സാമൂഹികമായ പശ്ചാത്തലം കണ്ടില്ല എന്ന് വെക്കാനും സാധിക്കില്ല. നമ്മുടെ അതായത് സാഹചര്യങ്ങളും ഈ പറയുന്നതായിട്ടുള്ള കാലാകാലങ്ങളുടെ മാറ്റങ്ങളുമാണ് ഒരു പരിധിവരെ. ഞാൻ ഏറ്റവും ചെറുതായിട്ട് ഒരു ചെറിയ സംശയം ചോദിച്ചോട്ടെ സർ? സിമ്പിളായിട്ട് ചെറിയൊരു സംശയമാണ്. ഇപ്പോൾ ടെക്നോളജി ഒക്കെ വളർന്ന കാലാണല്ലോ. നമ്മളിപ്പോൾ വിവാഹം, പണ്ടൊക്കെ വീടുകളിൽ ചെന്ന് നേരിട്ട് നമ്മൾ വിവാഹം ക്ഷണിക്കും അല്ലേ? യെസ്. ഇന്നത്തെ കാലത്ത് വിവാഹം ഫോണിലൂടെ ഒക്കെയാണ് വിളിക്കുക അല്ലേ? ചേച്ചി, നമ്മുടെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് ഒരാൾ വിവാഹം ക്ഷണിക്കാൻ, നമ്മുടെ ഒരു ബന്ധു വിവാഹം ക്ഷണിക്കാൻ വേണ്ടി ഫോൺ വിളിക്കുമ്പോൾ ആരെയാണ് അന്വേഷിക്കുന്നത്? വൈ? എന്തുകൊണ്ട് സ്ത്രീയോട് പറഞ്ഞുകൂടാ? ചെറിയ കാര്യം, നിസ്സാരമായ ചെറിയ കാര്യം, ചെറിയ ക്വസ്റ്റ്യൻ. നമ്മൾ വലിയ കാര്യത്തിലേക്കൊന്നും പോകണ്ട സർ. ചെറിയ കാര്യം, വീട്ടില് വിവാഹം ക്ഷണിക്കാൻ ഫോൺ വിളിക്കുമ്പോൾ എടുക്കുന്നത് സ്ത്രീ ആണെങ്കിൽ അവളോട് വിവാഹം ക്ഷണിക്കോ പറയോ? വീട്ടിലേക്ക് വിളിക്കുമ്പോൾ പിന്നെ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞു കുടുംബത്തിൽ നിന്ന് തുടങ്ങണം ഇല്ലേ? ഇവിടെ പറഞ്ഞില്ലേ അത്? കുടുംബത്തിൽ നിന്ന് തുടങ്ങണം. ഇതൊക്കെ ആരോടാ ഈ പറയുന്നേ? ആരോടാ പറയുന്നേ? ആരാ കേൾക്കുന്നേ? എന്തിനാ കേൾക്കുന്നേ? ആരോടാ പറയുന്നേ? ഇനി ഒരു സംശയം കൂടി. ഇവിടെ ഇരിക്കുന്ന സ്ത്രീകള്, നിങ്ങളുടെ ഭർത്താക്കന്മാർ ഇവിടെ ഉണ്ടോ? ഇല്ല. അല്ലല്ല, സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളുടെ ഭാര്യ തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കാണണം. നിങ്ങളുടെ അനുവാദമില്ലാതെ അവർക്ക് തിയേറ്ററിൽ പോയി തനിച്ചൊരു സിനിമ കാണാൻ സാധിക്കോ ഇല്ലയോ? പോയാൽ നമ്മൾ സാധിക്കുന്ന ചുമ്മാ പറയില്ലേ? ചേച്ചിമാരെ നിങ്ങളോട് ചോദിക്കട്ടെ, ഭർത്താവിന്റെ പറ്റില്ല. വെറുതെ പറഞ്ഞാൽ അതൊന്നും സത്യമാവില്ല. ആ രണ്ട് രീതിയുണ്ട് ടീച്ചറെ. നമ്മള് സ്ത്രീകളെ ഇൻഫർമേഷൻ കൊടുക്കുന്നത് എന്താണ്? അനുവാദം ചോദിക്കലാണ്. പുരുഷന്മാർ ഇൻഫർമേഷൻ തരുന്നത് തീരുമാനമാണ് അവരുടെ. അല്ലേ? ആണ്. നമ്മൾ കണ്ണടച്ചിരുട്ടാക്കിയിട്ട് കാര്യമില്ല. സത്യമായി അംഗീകരിക്കണം. അല്ല, എല്ലാവരെയും ഞാൻ പറയുന്നില്ല. സമൂഹത്തിൽ ഒരിക്കലും 100% എപ്പോഴും നിയമങ്ങൾ ഉണ്ടാവുന്നത്. 80, 70, 60%. ഇനി ഒരാളാണെങ്കിൽ പോലും നോക്കൂ, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഇവിടെ സമരം നടന്നത് എത്ര പേർക്ക് വേണ്ടിയിട്ടായിരുന്നു? എത്ര പേർക്ക് വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടിയിട്ടായിരുന്നു? നോ. ആരായിരുന്നു? ഇവിടെ എന്തിനാ നമുക്ക് കാർഷിക സമരം ലഹള ആദ്യമായിട്ട് ഉണ്ടായത്? എന്തിനായിരുന്നു? വിദ്യാഭ്യാസം. അതും പുരുഷന്മാരല്ലോ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് സമരം നടത്തിയത്. പഞ്ചമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവൾക്ക് വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങളാണ് പിന്നീട് ഞങ്ങൾ കൊയ്യില്ല എന്ന് പറഞ്ഞ വലിയ കാർഷിക സമരത്തിലേക്ക് വരെ നയിച്ച് വിദ്യാഭ്യാസം എന്ന വലിയ സ്വപ്നം ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് ഒരാൾക്ക് വേണ്ടി തുടങ്ങിയ സമരത്തിൽ നിന്നാണ്. അതുകൊണ്ട് നമ്പർ ഡസന്റ് മാറ്റർ. എത്ര പേർക്ക് വേണ്ടി എന്നുള്ളതല്ല, ഒരാളെങ്കിൽ ഒരാള് അതുമൂലം കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് നീതി ലഭിക്കണം. വേണം, അവർക്ക് നീതി ലഭിക്കണം. ഞാൻ ഒരിക്കലും പുരുഷന്മാരെ വെല്ലുവിളിക്കാനോ അല്ലെങ്കിൽ നിങ്ങളാണ് കുറ്റക്കാരെന്ന് പറയാനോ വേണ്ടിയിട്ടല്ല ഇവിടെ സംവദിക്കുന്നത് നിങ്ങളുമായിട്ട്. പക്ഷെ ചില തിരിച്ചറിവുകൾ നമ്മൾക്ക് ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നോക്കൂ, ഇപ്പൊ സാറ് പറഞ്ഞില്ലേ, വ്യക്തി നിയമങ്ങൾ പോലും ഇന്ത്യൻ ജനതയുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഒരുപോലെ. വിവാഹത്തിന് ഒരു നിബന്ധനയാണ് ജാതി അനുസരിച്ചിട്ട്. വിവാഹമോചനത്തിന് അതാണ്. ഇവരുടെ വിദ്യാഭ്യാസത്തിന് പോലും അതുണ്ട്. മാത്രമല്ല സാമൂഹ്യ നീതി, അതായത് ഇവർക്കുള്ള ഭൂസ്വത്ത് അവകാശത്തിന് പോലും മതം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടേക്കാം. ഒരു യൂണിഫോം സിവിൽ കോഡ് പോലും ഇല്ലാത്ത ഒരു രാജ്യത്തിൽ നിന്നാണ് നമ്മളിതെല്ലാം ചർച്ച ചെയ്യണത് എന്നുള്ളത്. മാറ്റം വരേണ്ട അടിസ്ഥാനപരമായിട്ട് എവിടെയാണെന്നുള്ളത്
ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സർ, തീർച്ചയായിട്ടും മാറ്റം വരേണ്ടത്. അപ്പോഴും ഞാൻ പറയുന്നു, നമുക്ക് എപ്പോഴും ഇവിടെ സമരങ്ങൾ ഉണ്ടായിട്ടുള്ളത് മാറ്റങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അതൊരു പക്ഷേ ഒന്നിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട് പലതിലേക്ക് എത്തുന്ന വൻ സമരമായിട്ട് മാറുന്ന അവസ്ഥകൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്. മാറ്റം വരേണ്ടത് നമ്മളുടെ അധികാരികളിൽ നിന്നാണ്, നമ്മുടെ പൊളിറ്റിക്സിൽ നിന്നാണ്, രാഷ്ട്രീയത്തിൽ നിന്നാണ്, അധികാര ലെവലിൽ നിന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ ചേച്ചിമാരെ നമ്മൾ വീട്ടിലിരിക്കത്തേ ഉള്ളൂ. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. സാറ് പറഞ്ഞില്ലേ, ഒരു സ്ത്രീക്ക് പുരുഷൻ്റെ സംരക്ഷണം ആവശ്യമാണ്. ഞാൻ തീർച്ചയായും റെസ്പെക്ട് ചെയ്യുന്നു, നിങ്ങളെ സംരക്ഷിക്കണം. പക്ഷേ പുരുഷന്റെ സംരക്ഷണം കൊണ്ടാണ് സ്ത്രീ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. പുരുഷന്റെ സംരക്ഷണം ഇല്ലെങ്കിലും സ്ത്രീക്ക് ജീവിക്കാൻ പറ്റും. പുരുഷനൊന്ന് നന്നാവാൻ പറ്റുമോ? എന്തിനാണ് പുരുഷൻ? നിങ്ങളൊന്ന് മറുപടി പറയാമോ? എന്തിനാണ്, ആരിൽ നിന്നാണ് സ്ത്രീക്ക് സംരക്ഷണം വേണ്ടത്? അല്ല, ഇപ്പോഴത്തെ കാലത്താണെങ്കിലും ആരിൽ നിന്നാണ് സ്ത്രീക്ക് സംരക്ഷണം വേണ്ടത്? നിങ്ങൾ പറയുന്നു സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സ്ത്രീക്ക്, പുരുഷന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആരിൽ നിന്നാണ് സംരക്ഷണം വേണ്ടത്? അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ മിസ്റ്റേക്ക്. അല്ല, ഉണ്ട് സർ, സ്ത്രീകളും പുരുഷന്മാരും രണ്ടുപേരുണ്ട്. സ്ത്രീകൾ മാത്രമൊന്നുമല്ല ഉള്ളത്, ആണോ? ഈ സമൂഹത്തിൽ നടക്കുന്ന, നമ്മള് വളരെ വിസിബിൾ ആയിട്ട് നമുക്ക് കാണുന്ന, കേൾക്കുന്ന വാർത്തകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഒരു സ്ത്രീ തന്നെ സ്ത്രീയെ ദ്രോഹിക്കുന്ന കഥകളാണോ മുഴുവൻ കേൾക്കുന്നത്? ആണോ? അല്ല. ഞാൻ പറയുന്നത് മജോറിറ്റി പുരുഷന്മാര് ദ്രോഹിക്കുന്ന സ്ത്രീകളുടെ കഥകളാണ് നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിലൊന്നും ഇല്ല എന്നല്ല സർ ഞാൻ പറയുന്നത്. 100% പുരുഷന്മാരും 100% സ്ത്രീകളും എന്നല്ല പറയുന്നത്. നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരു ക്രിസ്ത്യാനിയാണേ, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. രോഗമില്ലാത്തവര് മരുന്ന് കഴിക്കണ്ട, വൈദ്യനെയും കാണണ്ട. രോഗമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മെഡിസിൻ എടുക്കുക, അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, സാറ് പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടെ വീടുകളിലേക്ക് വരാം. മാഡം നേരത്തെ കുറേ കണക്കുകളൊക്കെ നമ്മളോട് പറഞ്ഞു, പല രാജ്യങ്ങളുടെ കണക്ക് പറഞ്ഞു. പക്ഷേ നമ്മുടെ വീടുകളിലേക്ക് നമുക്കൊന്ന് പോവാം, അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കുടുംബത്തിൽ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് പറയുന്ന പോലെ വീടുകളിലേക്ക് പോവാം. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഒരു സ്ത്രീക്ക് പുരുഷനെ ആശ്രയിക്കേണ്ടി വരുന്നത്? പണ്ട് അല്ലേ, ഫ്രണ്ടിൽ പറഞ്ഞു കേട്ടോ, പണ്ട്. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഒരു സ്ത്രീക്ക് പുരുഷനെ ആശ്രയിക്കേണ്ടി വരുന്നത്? ആശ്രയിക്കുന്നല്ലോ വേണം. കാരണം ഒരു പിതാവ് ഒരു കുടുംബം നാളായിട്ട് നിലനിർത്തി പോകുന്നു. അയാള് അത് ഡിവൈഡ് ചെയ്ത് അല്ലെങ്കിൽ മറ്റുള്ള ആവശ്യങ്ങൾ നടത്തി കൊടുക്കുന്നു. അത് മകന്റെ ആയാലും ഇംഗ്ലീഷ് നടത്തി കൊടുക്കുന്നത്, ഭാര്യയ്ക്കാണ് അവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഭാര്യയുടെ കാര്യങ്ങൾ, മകന്റെ കാര്യങ്ങൾ, മകളുടെ കാര്യങ്ങൾ, കുടുംബത്തിന് കെട്ടുകൊണ്ടാവുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനെ അവിടെ പൂർണ്ണമായിട്ടും അയാളുടെ ഏകാധിപത്യം ഒന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ പറഞ്ഞില്ല. പ്രധാനമന്ത്രി, ആദ്യത്തെ മന്ത്രിമാര് എന്ന് പറഞ്ഞ പോലെ ഒരു കുടുംബത്തിനുള്ള സെറ്റപ്പുകൾ. അല്ല, പ്രധാനമന്ത്രി ഇന്ത്യയില് സ്ത്രീകൾ ഉണ്ടായിട്ടുണ്ടോ മാം? ഇല്ലേ? മാം നേരത്തെ പറഞ്ഞ കണക്കുകളില് സ്ത്രീകൾ പ്രധാനമന്ത്രിമാരായിട്ടുള്ള ഇടങ്ങളില് ഏറ്റവും നല്ല രീതിയിൽ ഭരണം നടക്കുന്നു എന്നാണ് മാം പറഞ്ഞത്. സർ, എന്തുകൊണ്ട് സ്ത്രീക്ക് ഒരു ഭരണം, കുടുംബത്തിന്റെ ഭരണം ഏറ്റെടുത്തുകൂടാ? അത് തന്നെയാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, എന്തുകൊണ്ട്? അത് നമ്മൾ സമ്മതിച്ചല്ലോ, അതിനെ തീർച്ചയായിട്ടും സമ്മതിച്ചു. സാർ, എന്തുകൊണ്ട് ഒരു സ്ത്രീക്ക് കുടുംബത്തിന്റെ ഭരണം ഏറ്റെടുത്തുകൂടാ? സാർ നടത്തണ്ട, ഞങ്ങൾ നടത്തിക്കോളാം. തീർച്ചയായിട്ടും. സ്ത്രീക്ക് സാർ പറഞ്ഞു പുരുഷ മേധാവിത്വം കൊണ്ടാണ് സ്ത്രീക്ക്. ഞാൻ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പറയുന്നു സർ. ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ അവരോട് ഇതുപോലെ ചോദിച്ചു, എന്തൊക്കെ കാര്യങ്ങൾക്കാണ് നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ വഴക്ക് അല്ലെങ്കിൽ തർക്കം വിട്, തർക്കത്തിൽ നിന്ന് തിരിച്ചു വാ, റിയാലിറ്റിയിലേക്ക് വാ. എന്തൊക്കെ കാര്യങ്ങൾക്കാ ചേച്ചി, എന്തൊക്കെ കാര്യങ്ങൾക്കാ ഭർത്താവിനെ ആശ്രയിക്കേണ്ടി വരുന്നത്? എല്ലാ കാര്യങ്ങൾക്കും ഭർത്താവിനെ ആശ്രയിക്കണം. അന്നേരത്തെ
പുരുഷനാണ്. വീട്ടിൽ അഴ കെട്ടിക്കൊടുക്കുന്നത്, അഴ കെട്ടിക്കൊടുക്കാൻ പുരുഷൻ വേണം. വീട്ടിൽ അഴ കെട്ടുന്നത് പുരുഷനാണോ? ആണ് അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ അഴ കെട്ടുന്നത് ഞാനാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞു വേലി കെട്ടണമെങ്കിൽ പുരുഷൻ വേണം. അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ മതിൽ കെട്ടിയത് ഞാനാണ്, എൻ്റെ പെരമണത്തത് ഞാനാണ്. അതായത് എൻ്റെ ചേട്ടന്മാരെ, ഞാനൊരു കാര്യം പറയാം. എൻ്റെ ഭർത്താവ് മരിച്ചു പോയിട്ട് 13 വർഷം കഴിഞ്ഞു. ആം എ വിഡോ. ഒരു പുരുഷന്റെ സംരക്ഷണമില്ലാതെ, എങ്കിലും ഞാൻ പറയുന്നു, നമ്മളുടെ സമൂഹം പരസ്പരം സ്ത്രീയോ പുരുഷനോ എന്നില്ല, സ്ത്രീക്ക് പുരുഷനെയും പുരുഷന് സ്ത്രീയെയും ജെൻഡർ ഇല്ലാതെ പരസ്പരം സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും സംരക്ഷിക്കാനും ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളവരാണ് മനുഷ്യർ. അതിന് സ്ത്രീ എന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ല. സമൂഹം നൽകുന്ന ഒരു സംരക്ഷണം ഞാനും നിങ്ങളും ഒരുപോലെ അനുഭവിക്കുന്നവരാണ്, അല്ലേ? ആണ്. പക്ഷേ നമ്മളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയാണ്, പുരുഷന്റെ സംരക്ഷണം ഉണ്ടെങ്കിലേ, പുരുഷൻ കുടുംബം നടത്തിയെങ്കിലേ, പുരുഷൻ മേൽനോട്ടം വഹിച്ചെങ്കിലേ ഒരു കുടുംബം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം എൻ്റെ വീട്ടില്, അപ്പൊ നിങ്ങൾ പറയും പുരുഷൻ ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളത്. പക്ഷെ ഞാൻ ചോദിച്ചു വരാം, അതിലേക്ക് ഞാൻ വരാം. എൻ്റെ വീട്ടില് എൻ്റെ മക്കളെ പഠിപ്പിക്കണം, അവരുടെ കാര്യങ്ങൾ ആവശ്യങ്ങൾ നടത്തി കൊടുക്കണം, അവർക്ക് അസുഖം വന്നാൽ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അവർ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവർ സുരക്ഷിതരാണോ എന്നുള്ളത് ഞാൻ ഉറപ്പുവരുത്തണം, അല്ലേ? എൻ്റെ ജോലിയിടങ്ങളിൽ എൻ്റെ ജോലി വളരെ കൃത്യമായും വ്യക്തമായും ആത്മാർത്ഥമായും ഞാൻ ചെയ്യണം. എൻ്റെ സമൂഹത്തിൽ എനിക്കുള്ള ഉത്തരവാദിത്വങ്ങൾ ഞാൻ നിറവേറ്റണം, വേണ്ടേ? ചെയ്യണം. എൻ്റെതായ എല്ലാ ആവശ്യങ്ങളും ഞാൻ തന്നെ നിറവേറ്റണം, വേണ്ടേ? ഇങ്ങനെ ഒരു മനുഷ്യന് ഏതെല്ലാം തലങ്ങളിൽ അവൻ്റെ സാധ്യതകളെ, കഴിവുകളെ ഉപയോഗിച്ച് ജീവിക്കാൻ, തൻ്റെ ഇടങ്ങളിൽ ജീവിക്കാൻ സാധിക്കോ അവിടെ എല്ലാം ജീവിക്കുന്ന ഒരു പെണ്ണാണ് ഞാൻ. ഒരു പെണ്ണാണ് ഞാൻ. ഏകദേശം ഒരു 12 വർഷത്തോളം ഞാൻ കുടുംബത്തിൽ നിന്നും വേർപെട്ട് ജോലിയുടെ പേരിൽ സ്റ്റേറ്റിന് പുറത്തും സ്റ്റേറ്റിനകത്ത് തന്നെ 200-300 കിലോമീറ്റർ ആയിരുന്നു. ആ സമയത്ത് എൻ്റെ കുടുംബം 3 കുട്ടികളെ കൊണ്ടുവരുന്നത് എൻ്റെ ഭാര്യയായിരുന്നു. അവിടെ ഒരു പുരുഷനല്ല കാര്യങ്ങൾ നടത്തി കൊടുത്തത്, അവൾ സ്ത്രീ അത് ചെയ്തു. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സ്ത്രീക്ക് സ്വന്തം സാധ്യതകളിലും സ്വന്തം ഇടങ്ങളിലും സ്വന്തം അഭിപ്രായങ്ങളിലും സ്വന്തം സ്വാതന്ത്ര്യത്തിലും ജീവിക്കണമെന്നുണ്ട് എങ്കിൽ ഒരു പുരുഷൻ, ഒരു ഭർത്താവ് മരിക്കാൻ കാത്തു നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? നോ സർ, നോ സർ, നോ സർ. കാരണം അവൾക്ക് എവിടെ നിന്ന് അത് വന്നു? ഭർത്താവ് മരിച്ചു കഴിഞ്ഞു. സോറി സർ, ഞാൻ പറയട്ടെ. ആ സാഹചര്യമാണ് ശക്തി എന്നല്ല, ആ ശക്തി എവിടെ ഉണ്ടായിരുന്നു? സാഹചര്യമല്ല ശക്തി, ആ ശക്തി എവിടെ ഉണ്ടായിരുന്നു സർ? ഞാൻ ഒരു വിധവാ പ്രസ്ഥാനത്തില് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. വിധവകളുടെ ഒരു കൂട്ടായ്മയില് വിധവകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഒരുപാട് വിധവാ സഹോദരിമാരെ കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും സ്വന്തം ഭർത്താവ് മരിച്ചതിന് ശേഷം മറ്റൊരു വ്യക്തിയായി മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം കാലിൽ ജീവിക്കുന്ന, സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന, സ്വന്തം അഭിപ്രായങ്ങളുള്ള, സ്വന്തം തീരുമാനങ്ങളുള്ള, വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയായിട്ട് അവൾ ഉയരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് സാഹചര്യമല്ല അവൾക്ക് പൊതിഞ്ഞു കെട്ടി അവളുടെ കയ്യിൽ സാധനം കൊടുക്കുന്നത്, അത് അവളിൽ തന്നെ ഉണ്ടായിരുന്നു, അത് അവളിൽ തന്നെ ഉണ്ട്, അത് അവളിൽ തന്നെ. എന്തിനാണ് സർ സാഹചര്യം വരാൻ കാത്തു നിൽക്കുന്നത്? ഒരു സ്ത്രീ അവളുടെ കഴിവുകൾ, അവളുടെ സാധ്യതകൾ, അവളുടെ അറിവുകൾ, അവളുടെ ചിന്തകൾ, അവളുടെ സ്വപ്നങ്ങൾ, അവളുടെ സ്വാതന്ത്ര്യങ്ങള് സാഹചര്യം വരാൻ കാത്തു നിൽക്കണോ അതിൽ ജീവിക്കാൻ? വേണോ? വേണ്ട. അതിന്റെ ആവശ്യമില്ല. അത് മനസ്സിലാക്കേണ്ടത് സ്ത്രീകളും ഒപ്പം പുരുഷന്മാരുമാണ്. സഹോദരന്മാരെ, എനിക്ക് നിങ്ങളോടുള്ള റിക്വസ്റ്റ് ആണ്, അത് മനസ്സിലാക്കണം. ഒരു സ്ത്രീക്ക് കഴിവുകളുണ്ട്, സാധ്യതകളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അല്ലേ? അവളുടേതായ ഇടങ്ങളുണ്ട്. അവിടെ ജീവിക്കാനായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വയം തിരിച്ചറിയണം. നിങ്ങളിലുണ്ട്, സ്വയം തിരിച്ചറിയണം. നോ യുവർ സെൽഫ്. നിങ്ങൾ ആരാണ് എന്നുള്ളത് സ്വയം തിരിച്ചറിയണം. നോ യുവർ സെൽഫ്, നോ ഹിസ്. നമ്മൾ പറയും ഇവിടെ ഇതെന്തിൻ്റെ ആണോ? ഓക്കെ. നമ്മൾ പറയും ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ളവരാണ് ഇവരെല്ലാം, അല്ലേ? ലീഡർഷിപ്പിൽ മെമ്പർമാരാണ്. ലീഡർഷിപ്പിലുള്ള സ്ത്രീ ജനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ലീഡർഷിപ്പിന് നമ്മൾ വേറെ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ലീഡ് ഹർ ഷിപ്പ് എന്ന് പറയാം. ലീഡ് ഹർ ഷിപ്പ്. അവളുടെ ഷിപ്പിനെ
ലീഡ് ചെയ്യുക, കപ്പിത്താനായി മാറുക. ഒരു എച്ച് ചേർത്ത് വെച്ചാൽ മതി. ഇപ്പം ആ എച്ച് സൈലന്റ് അവിടെ ഇല്ല. ഒരു എച്ച് അങ്ങ് ചേർത്ത് വെച്ചാൽ ലീഡ് ഹർ ഷിപ്പ്. നിങ്ങളുടെ ഷിപ്പിനെ, അല്ലേ, ഷിപ്പ് എന്താണ് മലയാളം പറഞ്ഞ്? കപ്പൽ. സോറി, അയ്യോ മലയാളം അറിയില്ലാഞ്ഞിട്ടല്ല കേട്ടോ, ചില നിമിഷങ്ങളിൽ ചിലത് അങ്ങ് മറന്നുപോകും. ലീഡ് ഹർ ഷിപ്പ്, അല്ലെ, അവളുടെ കപ്പലിനെ നയിക്കുന്ന കപ്പിത്താനായിട്ട് മാറാനായിട്ട് ഒരു സ്ത്രീക്ക് സാധിക്കും. പക്ഷേ അതിനു മുമ്പ് ഒരു സാധനം കൂടി നമ്മൾ അറിയണം, അതിനെ ഒന്നുകൂടി ട്വിസ്റ്റ് ചെയ്യണം. ലീഡ് ഹർ ഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ ലീഡ് ഹെർസെൽഫ്, ലീഡ് ഹെർസെൽഫ് എന്നുള്ള ആശയത്തിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. ആദ്യം നമുക്ക് നമ്മളെ തന്നെ ലീഡ് ചെയ്യാൻ സാധിച്ചെങ്കിൽ മാത്രമാണ് നമുക്ക് സമൂഹത്തെയും കുടുംബത്തെയും, ചേട്ടന്മാരെ അത് മനസ്സിലാക്കണം. നമ്മളുടെ ചേച്ചിമാരെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ഭാര്യ, നല്ല അമ്മ, നല്ല സ്ത്രീ, അല്ലെങ്കിൽ നല്ല നല്ല കൂട്ടുകാരി, നല്ല കുടുംബിനി, എന്തുമാവട്ടെ നല്ലതായി തീരണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയുന്ന കുറെ കുറവുകളൊക്കെ ഉണ്ടല്ലോ, അല്ലേ? എന്നിട്ട് നമ്മളെ ഉപദേശിക്കുകയാണ് നല്ല അമ്മയാകണം, നല്ല സ്ത്രീയാകണം, നല്ല കൂട്ടുകാരിയാകണം, നല്ല ഭാര്യയാകണം. അതിനാണ് ശാക്തീകരിക്കപ്പെടേണ്ടതെന്നുള്ളത്. അവൾ സ്വയം തിരിച്ചറിഞ്ഞ് അവളുടെ സാധ്യതകളിലും അവളുടെ ഇടങ്ങളിലും അവളുടെ സ്വപ്നങ്ങളിലും അവൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ, അവളിലെ നന്മയും അവളിലെ പോസിറ്റീവും അവളുടെ കഴിവുകളും അവൾ സ്വയം തിരിച്ചറിഞ്ഞ് അതിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ അവളിൽ ഉണ്ടാകുന്ന ഒരു നന്മയുണ്ട്, ഒരു പോസിറ്റിവിറ്റി ഉണ്ട്, ഇല്ലേ? ഒരു സന്തോഷമുണ്ട്, ഒരു ആത്മനിർവൃതിയുണ്ട്, ആത്മസാക്ഷാത്കാരമുണ്ട്. അതിൽ നിന്ന് വേണം അവൾ നല്ല അമ്മയാകാനും നല്ല കൂട്ടുകാരിയാകാനും നല്ല പെങ്ങളാവാനും നല്ല മകളാകാനും. അപ്പോഴേ സാധിക്കൂ. നിങ്ങൾക്ക് സംശയമുണ്ടോ? അതില് സംശയമുണ്ടോ? സ്വയം സ്നേഹിക്കുന്ന ഒരു സ്ത്രീക്ക് മാത്രമേ മറ്റുള്ളവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ അവരെ സ്നേഹിക്കാനായിട്ട് അവരെ തന്നെ സ്വയം സ്നേഹിക്കാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ, അവരെ സ്വയം തിരിച്ചറിയുമ്പോൾ, നിങ്ങളായിട്ട് പിന്നെ ആരെയും നന്നാക്കാൻ നടക്കണ്ട. നിങ്ങൾ സ്വപ്നം കാണുന്നതിനേക്കാൾ നല്ല സ്ത്രീരത്നങ്ങൾ നിങ്ങളുടെ കുടുംബത്തില് പ്രകാശം പരത്തും. പ്രകാശം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം അവർ പ്രകാശം പരത്തും. പക്ഷെ അവർ സ്വയം തിരിച്ചറിയണം, എന്നിൽ കഴിവുകളുണ്ട്. അറിഞ്ഞാൽ മാത്രം മതിയോ? നമ്മളെപ്പോഴും അറിയുന്നവരാ. നമ്മളെല്ലാം അറിയുന്നു, എല്ലാം മനസ്സിലാക്കുന്നു, എല്ലാം ചിന്തിക്കുന്നു. അറിവിന്റെ തലങ്ങളിൽ അതവിടെ ഇരിക്കുന്നു, അല്ലേ? അവിടെ ഇരിക്കുന്നു, അല്ലേ? അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ പറ്റണം. ചേട്ടന്മാരെ, ചേച്ചി ഒരു സംശയം ചോദിക്കട്ടെ. നമ്മൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കും, അല്ലേ? ആരുടെ ഇഷ്ടത്തിനാ ഭക്ഷണം ഉണ്ടാക്കാറ്? ഭർത്താവിൻ്റെ, മക്കളുടെ ഇഷ്ടത്തിന്. കൂടുതൽ സ്ത്രീകളും പറയുന്നത് എന്തായിരിക്കും? കൂടുതൽ സ്ത്രീകളും ഭർത്താവിൻ്റെ ഇഷ്ടത്തിനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ മക്കളുടെ ഇഷ്ടത്തിനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. ചേട്ടൻ അവിടെ ഇരുന്നിട്ട് സ്വന്തം അനുഭവം പറയാം, എൻ്റെ ഇഷ്ടത്തിന്. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. ഞാനൊരു കച്ചവടമാണ് നിങ്ങളെ പോലെ തന്നെ. ഞാൻ ഒരു ജന്മന വെജിറ്റേറിയനാണ്. എന്റെ ഭാര്യയ്ക്ക് അടുത്ത വീട്ടിലെ മീൻ പൊരിക്കുന്നതിന്റെ മണം നിലയിലും കിട്ടിയില്ലെങ്കിൽ ചോറിനാണ് സാധിക്കാത്ത. അപ്പൊ ആരുടെ ഇഷ്ടമായിരിക്കും അയാൾ നോക്കുക? അയാളുടെ ഇഷ്ടമായിരിക്കും. എന്റെ ഇഷ്ടമായിട്ട് കുട്ടികളെ പറ്റുന്നത് നോക്കും. അതാണ് യഥാർത്ഥ. ഞാൻ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ 5 മിനിറ്റ് മുൻപ് എനിക്കൊരു ഫോൺ വന്നു. എന്റെ ഭാര്യയുടെ ഫോണാണ്. അപ്പൊ എന്നെ വിളിച്ച് എനിക്ക് അവിടെ നിന്ന് വർത്താനം പറഞ്ഞിട്ട് നിങ്ങളുടെ മൈക്കിന്റെ സ്വരം ഒന്നും പറയാനില്ല. താഴെ ഇറങ്ങി ചെന്ന് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട്, അല്ല ഇന്നത് കഴിഞ്ഞ് കഴിയുമ്പോൾ പോരുമ്പോ മറ്റാ ഹോട്ടലിൽ പോയിട്ട് പൊറോട്ടയും മുട്ടക്കറി കൂടി മേടിച്ചുകൊണ്ട് വരാമോന്ന് ചോദിച്ചു. ശരി, നല്ല ഭർത്താവാണ്. വലിയ മഹാത്മ്യമായിട്ട് കാണുന്നുണ്ടോ? അതിനെ വലിയ മഹാത്മ്യമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. കാരണം ഒരു സ്ത്രീ ഇതിലും വലുത് ഒരുപാട് കുടുംബത്തിൽ ഇരുന്ന് ഉണ്ടാക്കി തരുന്നുണ്ട്, ഇല്ലേ? സ്വന്തം ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് അത് വലിയ മഹത്വമായിട്ടൊന്നും കാണണ്ട. പക്ഷെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു സാർ അവരുടെ ആഗ്രഹത്തിന് അത് വാങ്ങിക്കൊടുക്കുന്നു. കാരണം ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ അപ്പുറമാണ്, ബിയോണ്ട് ദി ലിമിറ്റ്സ് ആണ്, അല്ലെ? അവിടെ അവരുടേതായ ഇഷ്ടങ്ങളെ താലോലിക്കുന്ന ഭാര്യയും ഭർത്താവും, അതൊരു കുടുംബത്തിന്റെ കെട്ടുറപ്പാണ്. കുടുംബത്തിനേക്കാൾ അധികം അവർ തമ്മിലുള്ള പരസ്പര ബന്ധത്തിന്റെ കെട്ടുറപ്പാണ്. അതില്ല എങ്കിൽ കുടുംബവും മുന്നോട്ട് പോകത്തില്ല. സാറിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു സാർ. പക്ഷെ അത് വലിയ മഹത്വമായിട്ട് ഒരു പുരുഷൻ കാണരുത്. കാരണം സ്ത്രീ അതിനേക്കാൾ അധികമായിട്ട് ഒരു പുരുഷന് ചെയ്തു കൊടുക്കുന്നുണ്ട്. അവൾ ഇതുപോലെ എഴുന്നേറ്റ് നിന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തീരില്ല. പക്ഷേ നമ്മൾ ഇവിടെ പറഞ്ഞ കണക്കുകളൊന്നും ഒരുപക്ഷെ നമ്മുടെ വീട്ടിലെയോ നമ്മുടെ ചുറ്റുപാടും മാത്രമുള്ളതൊന്നും അല്ല നിങ്ങൾ ഇത്രയും നേരം കേട്ടിരുന്ന കണക്കുകളൊന്നും. അതുകൊണ്ട് ഞാൻ പറയുവാണ്, സമൂഹത്തിലേറെ സ്ത്രീകൾ അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മറന്നു ജീവിക്കുന്നവരാണ്.
പാട്ടുപാടാൻ കഴിവുള്ള എത്ര സ്ത്രീകൾ നിങ്ങളുടെ കുടുംബങ്ങളിലുണ്ട്? പാട്ട് പഠിച്ചിട്ടുള്ളവർ വിവാഹത്തിന് മുൻപ്, ഡാൻസ് പഠിച്ചിട്ടുള്ളവർ വിവാഹത്തിന് മുൻപ്, വിവാഹത്തിന് ശേഷം അവരെപ്പോഴെങ്കിലും ഡാൻസ് കളിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാട്ട് പാടുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. വളരെ ചെറിയ ശതമാനം ആൾക്കാർ. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാം നമ്മൾ കാണാറുണ്ട്. ചില സ്ത്രീകളൊക്കെ പാടുന്നത് കേൾക്കുമ്പോൾ ദൈവമേ നിങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന സോഷ്യൽ മീഡിയ അനുഭാവികളെ നമ്മൾക്ക് അധികമായിട്ട് കാണാൻ പറ്റും. ഒന്നുമില്ല, ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സ്ത്രീയുടെ പിന്നാലെ ഈ ജനം മുഴുവൻ ഇങ്ങനെ ലൈക്കും കൊടുത്ത് കമന്റും കൊടുത്ത് പോകേണ്ട ആവശ്യമില്ല. അവന്റെ കുടുംബത്തിലിരിക്കുന്ന സ്ത്രീക്ക് പാടാനും ആടാനും ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനും ആഗ്രഹങ്ങളെ സാധിപ്പിച്ചെടുക്കാനുമുള്ള അവസരമുണ്ടോ എന്ന് ചിന്തിക്കാൻ എത്ര പേര് തയ്യാറാവുന്നുണ്ട്? അത് ഞാൻ പുരുഷന്മാരോടല്ല ചോദിക്കുന്നത്, സ്ത്രീകളെ. നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാനായിട്ട്? ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും പറയുന്നില്ല പുരുഷന്മാരെ ധിക്കരിക്കുന്നതോ പുരുഷന്മാരുടെ തലയെ കയറുന്നതോ അവർക്ക് മുകളിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നതോ ഒന്നുമല്ല സ്ത്രീ ശാക്തീകരണം. അങ്ങനെ നിങ്ങൾ വിചാരിക്കരുത്. സ്ത്രീ ശാക്തീകരണം അതല്ല. സ്ത്രീ ശാക്തീകരണം അവളിൽ തന്നെ നേടിയെടുക്കുന്ന എംപവർമെന്റ്, അല്ലെ, ശാക്തീകരണമാണ്. അവളെ സ്വയം തിരിച്ചറിഞ്ഞ് അവളുടെ കഴിവുകളിലും അവളുടെ സാധ്യതകളിലും അവളുടെ ഇടങ്ങളിലും അവളുടെ സ്വപ്നങ്ങളിലും അവളുടെ സ്വാതന്ത്ര്യത്തിലും കഴിയാൻ അവൾ സ്വയം ആർജിച്ചെടുക്കുന്ന കഴിവാണ് സ്ത്രീ ശാക്തീകരണം. അങ്ങനെ ശാക്തീകരിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്ത്രീകള് നമ്മുടെ ഭരണ നേതൃത്വങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷെ എത്ര ശതമാനം സ്ത്രീകൾക്ക് അവിടെ പ്രക്ഷോഭിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. കുറച്ചു പേർക്കൊക്കെ ആവുന്നുണ്ട് മാം. പക്ഷേ അല്ല, സ്ട്രക്ചറൽ ആസ്പെക്ട്സ് നമ്മൾ മറക്കണ്ട. ഇൻഡയറക്റ്റ് വയലൻസ് ഉണ്ട്. അത് രണ്ട് ഭാഗത്തുണ്ട്. സ്ട്രക്ചറിൽ ഘടനാപരമാണ്. പാട്രിയാർക്കി, അതായത് പുരുഷ മേധാവിത്വ സംവിധാനം, അതൊരു റിയാലിറ്റിയാണ്. അതിന് മറന്നിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ നിമിഷവും സ്ത്രീ ഒരേ ചോയ്സ് എടുക്കുമ്പോൾ ആ നമ്മുടെ സ്വന്തത്തിന് ലെവലിൽ അവൾക്ക് ശാക്തീകരണം സംഭവിക്കുന്നില്ല എങ്കിൽ ഏതൊരു ലെവലിലേക്കാണ് പിന്നെ അവൾക്ക് ഉയർന്നു കയറാൻ സാധിക്കുക? എപ്രകാരം അത് സാധ്യമാകും? വരണമെങ്കിൽ ആ നേതൃത്വ നിരയിൽ വരുന്ന സ്ത്രീക്ക് സംസാരിക്കാനും ചിന്തിക്കാനും ആക്ട് ചെയ്യാനും കഴിവ് വേണം. ആ കഴിവ് അവളിൽ നിന്ന് തുടങ്ങണം മാം. യെസ്, പറഞ്ഞതിനോട് എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാം പറഞ്ഞത് ഒരു സ്ത്രീ സ്വയം ശാക്തീകരിക്കപ്പെടുന്നതിനോടൊപ്പം അവളുടെ സാധ്യതകളിലേക്ക് അവൾ കടന്നു വരുന്നതിനോടൊപ്പം തന്നെ നമ്മളുടെ ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അതുകൂടി അവളെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, നമ്മൾ തുടങ്ങിയതും അവിടെ നിന്ന് ഞാൻ പറയുന്നു, നമ്മൾ പുരുഷനോ സ്ത്രീയോ തുല്യരോ വ്യക്തി അല്ലെങ്കിൽ വലുതോ ചെറുതോ എന്നുള്ള ചിന്തകളെക്കാൾ അപ്പുറം നമ്മുടെ സൊസൈറ്റിക്ക് ഒരു എന്താ പറയുക, ഒരു കൾച്ചറുണ്ട്, അല്ലേ, ഒരു സാമൂഹിക വ്യവസ്ഥിതിയുണ്ട്. നമ്മൾ ഇംഗ്ലണ്ടും അയർലൻഡും അമേരിക്കയും ഒക്കെ നോക്കിയിരുന്നിട്ട് അവിടത്തെ പോലെ ഇവിടെ എന്ന് പറഞ്ഞാൽ നടക്കില്ല. കാരണം നമുക്കൊരു കൾച്ചറുണ്ട്. അത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള പഴക്കമുള്ള കൾച്ചറാണ്. അത് ഒരു ദിവസം കൊണ്ട് മാറ്റാൻ പറ്റില്ല. സാർ ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇനിയും വരാനുണ്ട്. ആ വരാനുള്ള മാറ്റങ്ങളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സ്ത്രീ വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. 100% സാക്ഷരത നേടിയിരിക്കുന്ന കേരളത്തില് സ്ത്രീകൾ എല്ലാവരും വിദ്യാഭ്യാസം പണ്ടത്തെക്കാൾ അധികമായിട്ട് സ്ത്രീകൾ സാക്ഷരത നേടിയിട്ടുണ്ട്, വിദ്യാഭ്യാസം നേടിയിട്ടുണ്ട്. അവൾ ജോലിയിടങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്, ഇല്ലേ? അവൾ സ്വയം പര്യാപ്തമായിട്ടുണ്ട്. കാരണം അവൾ ജോലി ചെയ്ത് വരുമാനം നേടി സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാകുന്നു. അപ്പോഴും ഇന്നത്തെ ജനറേഷനോട് ഞാൻ ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അവരും പറയും അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്നും ഇപ്പോഴും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇല്ലാന്ന് സ്ത്രീകൾ പറയുന്നു. കാരണം അവരാണല്ലോ അനുഭവസ്ഥർ. അടിസ്ഥാനപരമായ കാര്യങ്ങളിലൊന്നും മാറ്റം സംഭവിച്ചിട്ടില്ല. അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കാതെ പെരിഫറലായിട്ട് നമ്മൾ എന്തൊക്കെ നേടിയെന്ന് നമ്മൾ എന്താ പറയാ, വലിയ വലിയ വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ നടത്തുന്നത് കൊണ്ടൊന്നും ഈ പറഞ്ഞ രേഖകളിൽ കണക്കുകളിൽ സൂക്ഷിക്കാൻ അത് കൊള്ളാം. അതിനപ്പുറം പ്രായോഗിക തലത്തിലേക്ക് ഞാൻ പറയുന്നു കുറേ പേരൊക്കെ കടന്നു വന്നിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ് ഈ 50 വർഷം തികയുമ്പോഴും സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീ വനിതാ ദിനത്തിൽ കൊട്ടിഘോഷിക്കപ്പെട്ട് ക്ലാസ്സുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? എന്താ, സ്ത്രീകളൊക്കെ ശാക്തീകരിക്കപ്പെട്ട് കഴിഞ്ഞില്ലേ ഇപ്പോ? ഇല്ലേ? ബഹുദൂരം അതിവേഗം നമുക്ക് ബഹുദൂരം ഇനിയും പോകാനുണ്ട്. പക്ഷേ ഇത്രയും നാൾ പോയ പോലെ പോരാ,
അതിവേഗത്തിൽ നമുക്ക് ഇനി മുന്നോട്ട് യാത്രകൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോണത് എന്താണെന്നറിയാമോ? എന്തൊക്കെയാ സംഭവിക്കാം? ആത്മഹത്യാ നിരകൾ. ഇപ്പോഴും എൻ്റെ ചേട്ടന്മാരെ, ചേച്ചിമാരെ, എത്രയോ പെൺകുട്ടികൾ വീടുകൾക്കുള്ളിൽ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുന്നു. വിവാഹം ചെയ്ത് അയച്ചതിന് ശേഷം ഈ കാലഘട്ടത്തിൽ നമ്മൾ കേൾക്കുന്നു സ്ത്രീ പീഡനം, പുരുഷൻ ജോലിക്ക് വിടുന്നില്ല, അല്ലെ? അവന്റെ മേധാവിത്വത്തിൽ കുരുങ്ങിക്കിടന്നുകൊണ്ട് സ്ത്രീ ഇന്നും ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന നാട്ടിൽ നിന്നിട്ടാണ് നമ്മൾ സ്ത്രീ ശാക്തീകരിക്കപ്പെട്ടു എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കണക്കുകൾ എടുക്കുമ്പോൾ 40%, 30%, 50% പോയിക്കോട്ടെ, 90% ശാക്തീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും ബാക്കി 10% അവിടെയുണ്ട്. അവർക്ക് വേണ്ടേ? അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനായിട്ട് ശാക്തീകരിക്കപ്പെട്ട സ്ത്രീജനങ്ങൾ തയ്യാറാവണം. സ്ത്രീജനങ്ങൾ മാത്രമല്ല, ഞാൻ പറയുന്നു, സാമൂഹികമായ സുസ്ഥിതിക്ക് പുരുഷനും സ്ത്രീയും, മനുഷ്യൻ, അല്ലേ? ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇല്ല. മനുഷ്യൻ ഒരുമിച്ച് കൈകോർക്കണം. സ്ത്രീയെ പുരുഷനും, പുരുഷനെ സ്ത്രീയും. ശാരീരിക ഘടനയിലും ബുദ്ധിപരമായ കഴിവുകളിലും എല്ലാം സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട്. പുരുഷന് കായിക ബലം കൂടുതലാണ്. അപ്പോ ബുദ്ധിപരമായ കഴിവ് ആർക്കാ കൂടുതൽ? സ്ത്രീകൾക്കാണെന്ന് അവകാശപ്പെടുന്നു. സ്ത്രീകൾക്കാണ്. അത് വെറുതെ പറയണതാണ്, അല്ലേ? അളന്ന് നോക്കേണ്ടി വരും. അവസരം കൊടുക്കൂ, അളന്ന് കാണിച്ചു തരും. സ്റ്റഡീസ് പറയുന്നത് പ്രായോഗിക ബുദ്ധി സ്ത്രീക്ക് തന്നെയാണ്. സ്ത്രീകൾക്ക് ബുദ്ധിയുള്ളതിനാൽ അതിന് കീഴ്പ്പെടുത്താൻ സാധിക്കും. പ്രായോഗികപ്പെടുത്താൻ സാധിക്കും. ഞാൻ മാം പറഞ്ഞപ്പോ അത് ശ്രദ്ധിച്ചിരുന്നു. കാരണം മാം പറഞ്ഞു, വെള്ളം തിളച്ചപ്പോഴും ആപ്പിൾ വീണപ്പോഴും അത് സ്ത്രീയുടെ തലയിലാണ് വീണിരുന്നതെങ്കിൽ ചിലപ്പോ ഒന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു എന്ന്. നോ, ഞാനില്ല മാം, ഐ എം റിയലി സോറി. ഇന്ന് അന്നത്തെ കാലത്ത് സാമൂഹിക നിങ്ങൾ അത് നോട്ട് ചെയ്യണം. വിവാഹ നിയമങ്ങൾ നിശ്ചയിക്കുന്നത്, നിങ്ങളുടെ വിവാഹ മോചന നിയമങ്ങൾ നിശ്ചയിക്കുന്നത്, നിങ്ങളുടെ കുടുംബ അവകാശങ്ങൾ നിശ്ചയിക്കുന്നത്, നിങ്ങളുടെ എല്ലാം നിശ്ചയിക്കുന്നത് നിങ്ങൾ ഏത് മതത്തിലാണെന്നുള്ളത് നിശ്ചയിക്കേണ്ടതാണ്. സത്യമാണ്, മതമാണ് കൾച്ചറിനെ മെയിനായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകം. അപ്പൊ ഞാൻ ഇന്ത്യൻ ക്രിസ്ത്യൻ വിമൻസ് മൂവ്മെന്റ് കേരള ഘടകത്തിന്റെ സെക്രട്ടറിയാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു 10 ബൈബിൾ ക്ലാസ് നടത്തി, 10 സ്ത്രീകൾ ബൈബിളില്. അപ്പൊ അതിന്റെ ഒരു സ്ത്രീകളുടെ വ്യാഖ്യാനം, ദാറ്റ് ഇസ് ഡിഫറൻസ്. ഇത് എഴുതിയത് പുരുഷന്മാരാണ്, ഇത് വ്യാഖ്യാനിച്ചത് പുരുഷന്മാരാണ്. നമ്മുടെ കല്യാണ സമയത്ത് സഭാസ്യം പറഞ്ഞതുപോലെ ഓരോ സമയത്തും റിച്വൽസിന്റെ സമയത്തും അത് എന്താ പറയുന്നത്, ഏത് ഭാഗം അതിൽ നിന്ന് എടുക്കണമെന്ന് തീരുമാനിക്കണം. പൗലോസിലേടെ എടുത്തേക്കണത് കല്യാണത്തിന്റെ സമയത്ത് അത് ആ ചോയ്സ് ഒക്കെ പുരുഷന്മാരുടെയാണ്. എന്നുവെച്ചാൽ അവരാണ് അത് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ അതിനെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. അപ്പോ അവിടെയും ചോദിക്കുന്നു, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യമാണ്, ആരാണ് മതം? ആരാണ് തീരുമാനിക്കുന്നത്? മാറേണ്ടത് അപ്പൊ ശരിക്കും ആരാന്നേ? മാറേണ്ടത് ആരുടെ ചിന്തകളാ? ആണോ? പുരുഷന്റെ ചിന്തകളാണ് മാറേണ്ടത് സാർ പറയുന്നു, ഞാനല്ല പറഞ്ഞു. തീർച്ചയായിട്ടല്ല സർ. 30 വയസ്സ്, 22-30 വയസ്സാകുമ്പോൾ പോലും ആൺകുട്ടി വിവാഹിക്കുന്നുണ്ട്, കല്യാണം കഴിക്കുന്നു. അന്ന് തുടങ്ങി അവരുടെ കുറച്ച് റിസ്കുകളുണ്ട്. ഞാൻ പെണ്ണുങ്ങളുടെ റിസ്കിതാനും പറയാം, എടുക്കുന്നുണ്ട്. അവരുടെ കുടുംബം ഉണ്ടാക്കാനായിട്ട് ഒരു കുടുംബം. ഞാനൊരു കാര്യം സാറിനോട് ചോദിക്കട്ടെ. സാർ ചോദിച്ചില്ലേ, മക്കളെ വളർത്തുന്നത്, ജോലിക്ക് പോകുന്നത്, സാമ്പത്തികം കൊണ്ടുവരുന്നത്, സംരക്ഷണം നൽകുന്നത്, ഇതെന്താ സ്ത്രീക്ക് ചെയ്യാൻ പറ്റില്ലേ? എങ്ങനെ സർ? നോ, ഒരു സ്ത്രീക്ക് അവളുടെ കുഞ്ഞിനെ സംരക്ഷിക്കാനും വളർത്താനും ജോലിക്ക് പോകാനും സമ്പാദിക്കാനും സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും എല്ലാത്തിനും ഒരു സ്ത്രീക്ക് സാധിക്കും സർ. അത് തന്നെയാണ് നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. എത്ര സമയം എടുക്കും സർ? സാറിന്റെ അഭിപ്രായത്തില് സാറിന്റെ ഈ മെന്റാലിറ്റി മാറാൻ സാറിന് എത്ര സമയം എടുക്കും? സമൂഹത്തെ വിട്ടേക്ക്, ഒറ്റ ക്വസ്റ്റ്യൻ, സാറിന് എത്ര സമയം എടുക്കും? സാറിന് എത്ര സമയം എടുക്കും? ഈ സാമൂഹിക
പറഞ്ഞിട്ട് അറിഞ്ഞല്ലോ. ഞാൻ ഒരു ചോദ്യം സാറിന്റെ കാര്യം മാത്രം പറയൂ. സാറിന് ഇത് മാറാൻ എത്ര സമയം എടുക്കും? അത് വ്യക്തിപരമായ ചോയ്സ് ആണ് സാർ, വ്യക്തിപരമാണ്. ഞാൻ എവിടെ എപ്പോൾ എങ്ങനെ മാറണം എന്നുള്ളത് വ്യക്തിപരമായ ചോയ്സ് ആണ്. മാനസിക അതിരൂപണത്തിന് ഒന്ന് പറയട്ടെ, ഇതൊക്കെ ആണെങ്കിലും ഒരു സ്ത്രീ അവളൊരു ഭാര്യയായി കഴിഞ്ഞാൽ ഭർത്താവിന്റെ ഇഷ്ടങ്ങൾക്ക് കീഴടങ്ങി ജീവിക്കാൻ താല്പര്യപ്പെടുന്നവളാണ്. അതുകൊണ്ട് തന്നെ ഈ ഭർത്താവ് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും അത് സഹിക്കാനും പൊറുക്കാനും നടക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സ്ത്രീയെ ഒരു കാരണവശാലും രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഇന്ന് തന്നെ എനിക്കറിയാവുന്ന ഒരു PhD കഴിഞ്ഞിരിക്കുന്ന, എക്കണോമിക്സിൽ PhD കഴിഞ്ഞിരിക്കുന്ന ഒരു വനിത വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. അതിന് കാരണം ഭർത്താവ് ജോലിക്ക് വിടുന്നില്ല. അപ്പോൾ സ്ത്രീയുടെ കുഴപ്പമല്ല, പക്ഷേ കുടുംബത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്, അതിന്റെ കെട്ടുറപ്പിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? ത്യാഗം സഹിക്കുന്നു. അപ്പൊ അങ്ങനെ ത്യാഗം സഹിക്കണ്ട എന്ന് പറഞ്ഞാൽ പോലും അവരതിന് തയ്യാറാകുന്നില്ല. അവരത് ഇഷ്ടപ്പെടുന്നു, ആ രീതിയിൽ മുന്നോട്ട് പോവാൻ താല്പര്യപ്പെടുന്നു. അപ്പൊ അങ്ങനെ കൽപ്പിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്ത്രീയെ രക്ഷിക്കാനായിട്ട് സ്ത്രീ തന്നെ വിചാരിക്കണം. സംസാരിക്കുന്ന ആൾക്ക് പറയും പോലെയൊക്കെ തന്നെയാണ് ഇതുപോലെ. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ഇപ്പോഴും പുരുഷ മേധാവിത്വം നിലനിൽക്കുന്നുണ്ടെന്നുള്ള കാര്യം സത്യമാണ്. അത് എല്ലാ പുരുഷന്മാരും അംഗീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അതിനൊരു മാറ്റം വേണം. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിരവധി പെൺകുട്ടികൾ ഇന്ന് കല്യാണത്തിന് തയ്യാറല്ല. കാരണം അവൾ പോയിട്ട് വേറൊരു പുരുഷൻ്റെ കീഴിൽ ജീവിക്കാൻ താല്പര്യമില്ല, അവൻ്റെ മക്കളെ പ്രസവിക്കാൻ തയ്യാറില്ല, വീട്ടിൽ അവരുടെ അമ്മായിയുടെ കീഴിൽ നിൽക്കാൻ താല്പര്യമില്ലാത്ത നിരവധി പെൺകുട്ടികൾ വരുന്നുണ്ട്. അത് വലിയൊരു സാമൂഹ്യ പ്രശ്നമായിട്ട് കേരളത്തിലെങ്കിലും വരാൻ പോവാണ്. മറ്റു വിദേശ രാജ്യങ്ങളിലുണ്ട്. ഇപ്പം ഞാൻ SMS ഗ്രൂപ്പിൽ വർക്ക് ചെയ്യാണ്. അവിടെ ടോപ്പ് ലീഡേഴ്സ് എല്ലാവരും വനിതകളാണ് കേട്ടോ. ഈ ഗ്രൂപ്പ് ഡയറക്ടർമാരും ഫിനാൻസ് മാനേജറും HR മാനേജറും ഒക്കെ ഇതാണ്. അപ്പോൾ അവിടെ ജപ്പാനിൽ നിന്നൊരു ടീം വന്നിരുന്നു. അപ്പോൾ അവർ പറയാണ് അവിടെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാനായിട്ട് ആണുങ്ങളില്ല എന്നാണ് പറയണത്. കാരണം ചെറുപ്പക്കാർ പുറത്തേക്ക് വേണം. ഇപ്പോൾ ഓരോ രാജ്യത്തും ഓരോ പ്രശ്നം, പൊതുവെ ജനസംഖ്യ അവിടെ ഇല്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു പോയിന്റ് പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ ലോകത്ത് മൊത്തം മാറ്റി നമുക്ക് കിടക്കില്ല. മൂക്കിൻ്റെ ഒരു പഞ്ചായത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരുവിധം എല്ലാ ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. നമുക്ക് ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. വീടുകളിൽ നിന്നാണല്ലോ വെച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ മാഡം പറഞ്ഞ ആശയങ്ങൾ ഈ പുരുഷ സമൂഹത്തെ ബോധവൽക്കരിക്കണമല്ലോ. സാറൊന്ന് വീട്ടിൽ പോയിട്ട് ചേച്ചിയോടൊന്ന് ചോദിക്കാമോ? 1% സാറിന് ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടും. അല്ല, 1% ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടും. വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ സാറിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സർ, ഞാൻ പറഞ്ഞല്ലോ, രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ആവശ്യമില്ലാത്തവർ അത് എടുക്കണ്ട, വിട്ടുകളഞ്ഞേക്ക്. അല്ല, ഞാൻ പറഞ്ഞല്ലോ സാർ, ഇത് എന്തിനാണ് നമുക്ക് ആവശ്യമില്ലാത്ത സാധനം എടുത്ത് നമ്മൾ തലയിൽ വെക്കണേ? കോഴിയെ കട്ടവെന്ന് പറയുമ്പോ കോഴിയെ കട്ടവന്റെ തലയിൽ കൂടാ എന്ന് പറയുമ്പോ ആ കട്ടവൻ തലയിൽ തപ്പൂന്നാ പറയുന്നത് എന്ന് പറഞ്ഞ് നമ്മളല്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അതിന്റെ പിന്നാലെ പോകുന്നത്? പക്ഷേ സാർ, ഒരു കാര്യമുണ്ട്, സാറിന്റെ നല്ല ചിന്തകള്, ആ മനോഭാവങ്ങള് കുടുംബത്തിൽ മാത്രമല്ല നിൽക്കേണ്ടത്, കുടുംബത്തിന് പുറത്തും സ്ത്രീകളോട്, സമൂഹത്തിലെ സ്ത്രീകളെ ശാക്തീകരിക്കാനായിട്ട് ആ കഴിവ്, ഈ നന്മ സാറിന് ഉപയോഗിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സാർ, ആർജിക്കാനുണ്ടെങ്കിൽ നമുക്കത് ആർജിക്കാം, അതല്ലേ നല്ലത്? സാറ് പറഞ്ഞ പോലെ, സാറ് ചോദിച്ച പോലെ നമുക്ക്